ഹായ് അവളപ്പൊ ഗെയിം ചേഞ്ചർ കണ്ടു. നിങ്ങൾ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നുണ്ട്, ദയവ് ചെയ്ത് കയ്യിലെ വല്ല ടൈഗർ ബാമോ അല്ലെങ്കിൽ തലവേദനയ്ക്കുള്ള മരുന്ന് എന്തെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത്രയ്ക്കൊരു ടോർച്ചറാണ്. കണ്ടറിയാൻ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തല ഇങ്ങനെ പെരുത്തുരുത്ത് വരും. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ശങ്കറിനെ പോലെ ഒരു ഡയറക്ടർ, അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ യന്ത്രനൊക്കെ ഇറങ്ങുന്നത്. ആ സമയത്ത് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കാണുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 2-3 തവണയൊക്കെ കേന്ദ്രം തിയേറ്റർ. കാരണം അന്നൊക്കെ ഞാൻ 2010 വിചാരിച്ചുകൊണ്ടിരുന്ന ഇമാതിരി ഒരു പടമൊക്കെ ആരെടുക്കും ഇന്ത്യൻ സിനിമയിൽ നിന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം പുള്ളി അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് 10-20 വർഷം മുന്നിട്ടായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ മനുഷ്യനാണ് ഈ 2025 ഈ സംഭവം കൊണ്ട് ഇറക്കിയിട്ടേക്കുന്നത്. പുള്ളിയുടെ തന്നെ പഴയ പടം മുതൽവൻ, അതിൻ്റെ അകത്തെ കുറച്ച് സ്ക്രിപ്റ്റ് എടുത്തു, പിന്നെ അവിടുന്ന് ഇവിടുന്ന് കുറെ കറപ്ഷനും പൊളിറ്റിക്സും എല്ലാം കൂടെ ചേർത്തൊരു സാധനം ഉണ്ടാക്കിയിട്ട് എടുത്തു വെച്ചേക്കാണ്. അതിന് 75 കോടിയൊക്കെ ഓരോ പാട്ടിനൊക്കെ മുടക്കിയിരിക്കുന്നത്. എന്തോ ജഗരണ്ടി പാട്ടിനൊക്കെ 75 കോടിയാണെന്ന് മുടക്കിയിരിക്കുന്നത്. എന്തിനാണോ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ ചെയ്തു വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കാശ് ചുമ്മാ വെറുതെ പ്രൊഡ്യൂസറുടെ പൈസ കളയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു പടം, അല്ലെങ്കിൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി ആയിരിക്കും, എന്തോ. അപ്പൊ അങ്ങനെ പോകുന്നൊരു പടം ഗെയിം ചേഞ്ചർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നിങ്ങൾ ഒരു തിയേറ്ററിൽ പോയി കാണാനും പറയത്തില്ല, OTT വന്നാലും കാണാൻ പറയത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും പടം കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.